ഐ എം ശില്പ ആൻഡ് ഐ എം എ തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിങ്ങിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീൽഡ് വിസിറ്റിനെ കുറിച്ചാണ്. ഞങ്ങളുടെ വിസിറ്റ് എങ്ങനെയായിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയുന്നൊരു വീഡിയോ ആണ്. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആയിരുന്നു. അതായത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടൊരു സർവേ നടത്താൻ വേണ്ടി പോവുകയാണ്. സർവേ നടത്തുമ്പോൾ എന്താ, നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണം. അതിനുശേഷം നമ്മൾ ഫീൽഡിൽ ഇറങ്ങി നമ്മൾ എന്ത് സർവേ ആണോ നടത്തുന്നത്. ഇപ്പം ഞങ്ങളുടെ കേസിൽ നമ്മുടെ മൈഗ്രൻസ് ആൻഡ് നോൺ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾ നാല് പേരായിട്ട് സ്പ്ലിറ്റ് ആയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഹിന്ദി അറിയുന്നവരൊക്കെ കുറച്ച് പേര്, പിന്നെ തമിഴ് അറിയുന്നവരുണ്ടാവും, പിന്നെ നമ്മൾ മലയാളീസ്, അങ്ങനെ കുറേ പേരൊക്കെ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി രണ്ട് റെസ്പോൺസ്, മറ്റേത് കൂട്ടാൻ പറ്റില്ലല്ലോ. കുറച്ചെടുത്തു. നമുക്കിനി കോളേജിന്റെ പുറത്ത് പോകണം. ഇനി കോളേജിന്റെ പുറത്ത് പോയി കുറച്ചെടുക്കണം. ഇപ്പൊ കുറച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഡേ 1ന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അടുത്ത എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോ കാണാം. അതിനുശേഷം ഞങ്ങളിവിടെ ക്യാൻറ്റീനിൽ വന്നു. ക്യാൻറ്റീനിലെ ചേച്ചിമാരും കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ പുതിയ ഹോസ്റ്റൽ പണിയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചു. അവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി അവിടെ ഇരുന്ന കുറേ തമിഴ് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും ചോദിച്ചു. കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് അത് വെച്ചാൽ നമുക്ക് ഡെയിലി പൈസ കിട്ടുന്ന ആ ഒരു കാറ്റഗറി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ മാന്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അത് ആ ഒരു കാറ്റഗറി തന്നെ നോക്കി സെലക്ട് ചെയ്യണം. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കാണ്. നോക്കാം. ഇതൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ആയിരുന്നു. ലൈക്ക് അവർ പോയ ഫീൽഡ് വിസിറ്റിൽ അവിടെ വെച്ചെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളും ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓഫീസിൽ ചെന്നപ്പോൾ കണ്ടപ്പം ലൈക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അതൊക്കെ ശരിക്കും നല്ലൊരു മെമ്മറീസാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇതുപോലെ ചെയ്യാനും കാര്യങ്ങളും ഒരു ഇൻസ്പിറേഷനാണ്. സക്സസ്ഫുള്ളി ഞങ്ങൾ ഡേ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡേ 2 കാണാം. ഹലോ, നമ്മൾ ഡേ 2 എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡേ 2ലായിട്ട് പോകുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പം ഞങ്ങളിവിടെ പോകാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞു. അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് 4 ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഓരോ ആൾക്കാരടുത്ത്, അതായത് പ്രായമുള്ള കുറച്ച് ആൾക്കാരടുത്ത് നമ്മൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ബ്രീഫായിട്ടൊരു ക്ലാസ് ഒക്കെ തന്നു. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കത് ജസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആദ്യം അംഗനവാടി പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളവിടെ എത്തി. അതിനുശേഷം അകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അവിടെ ചെന്നപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യൂട്ടായിട്ട് ഓരോ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പറയുന്ന സംഭവങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ലൈക്ക് അത് ഭയങ്കര ഒരു നല്ലതായിട്ട് തോന്നി. പിന്നെ അതിനുശേഷം കുറേ കുട്ടികൾ ചേരാൻ വരികയും പിന്നെ അവിടെ നിന്ന് പഠിച്ചിട്ട് ചില കുട്ടികൾ പോകണമൊക്കെ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കുറേ സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറിൻ്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതിൻ്റെ സന്തോഷമായിട്ട് നമ്മൾ അവർക്ക് കുറേ സ്വീറ്റ്സും പിന്നെ അതുപോലെ തന്നെ ക്രയോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർ സന്തോഷമായി, നമ്മൾ സന്തോഷമായി, മൊത്തത്തിലൊരു ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അംഗൻവാടി വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പോൾ നമ്മളിവിടെ കോളേജിൽ തന്നെ ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് ഭയങ്കര ബഹളമാണ്. ഇതാണ് എൻ്റെ റോൾ നമ്പർ, അടുത്ത റോൾ നമ്പർ. ഇവിടെ നിന്ന് വണ്ടി തിരിച്ച് ഞങ്ങൾ പോവാണ്. എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഇടുക്കിന്നാണ് വരുന്നത്, എൻ്റെ സ്ഥലം ഇരിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പാലക്കാട് വന്നപ്പോഴേക്കും എനിക്കിവിടുത്തെ ചൂട് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഭയങ്കര ചൂടാണ് ഇവിടെ. കുറച്ച് ചൂട് വന്നു കഴിഞ്ഞാൽ തന്നെ വേർത്ത് കുടിക്കും. പിന്നെ ഇവിടെ മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിനൊരു കുറവുമില്ല. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തില്ല. എല്ലാവരും
ഇത് കഥകളിയാ. ശില്പയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലെത്തി. അവിടെ ചെന്നു. അവിടെ 3-4 അമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി കുറച്ച് നേരം സംസാരിച്ചു. ആ ചേച്ചി സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ട നമുക്കും അതെ കുറേ സങ്കടം കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ എത്രയൊക്കെ നമ്മളെ പാരൻസ് നമ്മളെ കഷ്ടപ്പെടുത്തി വളർത്തുന്നതാണ്. നാളെ നമുക്ക് എത്ര തിരക്കും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ പോലും എന്താ പറയുക, നമ്മുടെ പാരൻസിനെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ വെക്കണം. അതിനുശേഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസൊക്കെ കളിക്കാൻ അറിയുന്നവർ ഡാൻസൊക്കെ കളിച്ച് അമ്മമാരെ സന്തോഷപ്പെടുത്തി, പാട്ട് പാടുന്നവർ പാട്ട് പാടി സന്തോഷപ്പെടുത്തി. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹാപ്പി ആയിട്ട് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഹായ്, അങ്ങനെ നമ്മൾ ഡേ 3 എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ പോകാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CHC, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകാൻ വേണ്ടി ഞങ്ങൾ ഇതാ അവിടെ എല്ലാവരും ബസ്സൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ കോളേജ് ബസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഇരുന്നപ്പോഴായിരുന്നു മാമിൻ്റെ മെസ്സേജ് വന്നത്, മെയിനിൽ ക്ലാസ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിസിറ്റിന് പോകുന്നത്. പിന്നെ അപ്പം തന്നെ ഡേ ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ മേളിൽ ക്ലാസ്സിലെത്തി. പിന്നെ അവിടെ വന്നപ്പോഴേക്കും മാമിന് വേണ്ടി വെയിറ്റ് ആയിരുന്നു, മാം വരാൻ വേണ്ടി. അതിനുശേഷം മാമൊക്കെ വന്നു, ക്ലാസ്സൊക്കെ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മടുപ്പൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിന്യൂസും വിസിറ്റും ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബസ് കയറാൻ വേണ്ടി പോവാണ്. കണ്ടിട്ട് കാണാം. ഇവിടെ ഇലക്ഷൻ്റെ ഡിസ്കഷനാണ്. റിസൾട്ട് വരുന്നുണ്ട്, ആർക്ക് കിട്ടുമെന്നുള്ള ഡിസ്കഷൻ നടന്നിരിക്കുകയാണ്. കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വണ്ടി നിന്നു, വണ്ടി കേടാ എന്തോ. സാറിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിച്ചെന്ന്. പിന്നെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ട് എന്തൊക്കെയോ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ശരിയായി, ഞാനിത് പൊക്കോണ്ടിരിക്കുകയാണ്. വേഗം എത്തുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ എന്തൊക്കെ പരിപാടികളാണ്, എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്, അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുമാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റീസ് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ വെച്ച് പറഞ്ഞൊക്കെ തന്നു. Provided everything, what are the rights of the patient, what are the rights of the doctor, it should be displayed in that board. പിന്നെ വിസിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വന്തം തറവാട്ടിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. ഹലോ, അങ്ങനെ നമ്മൾ ഡേ 4 എത്തി. നമ്മളിന്ന് പോകുന്നത് ഡിസ്ട്രിക്ട് TB സെന്ററിലേക്കാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് കുറച്ച് വെയിൽ കുറവുണ്ട്. കുറച്ച് എന്താ പറയുക, നല്ല ഒരു എന്താ പറയുക മഴയെന്നല്ല, കുറച്ചൊരു മൂഡിലൊക്കെ ആയിട്ട് കുറച്ച് നല്ല ബെറ്റർ കാലാവസ്ഥയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാസ്കും കാര്യങ്ങളും അത്യാവശ്യം നമ്മൾ TB സെന്ററിൽ, അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് സെക്യൂർ ആയിട്ട് തന്നെ പോകണം. അതുകൊണ്ടാണ് മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു TB സെൻ്ററിൽ നടക്കുന്ന എല്ലാ പരിപാടികളെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പേഷ്യൻറ്റ് നമ്മളെടുത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് തൊട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു സാറ് നമുക്ക് ക്ലാസ് എടുത്തു. നമ്മുടെ TB സെൻറ്റർ ഏതൊരു TB പേഷ്യൻറ്റിനും ഒരു പാലക്കാട് ജില്ലയ്ക്ക് ഒരു TB സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മലപ്പുറം ഉണ്ട്, അങ്ങനെ ഓരോ ജില്ലയ്ക്കായിട്ടുണ്ട്. അതിനുശേഷം ഒരു TB പേഷ്യൻറ്റിന് കൊടുക്കുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നമ്മൾ നോക്കി. പിന്നെ അതിനുശേഷം നമ്മൾ അവിടുത്തെ ലാബ് വിസിറ്റ് ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ TB പേഷ്യൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നമ്മുടെ ഈ ബാസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു TB സെൻറ്ററും കൂടി ആയതുകൊണ്ട് നമ്മളെ കൈ സാനിറ്റൈസ് ചെയ്യാമെന്ന്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ അവിടെ ചെന്നിട്ട് ഇനി കഴിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഞങ്ങൾ പാർസൽ മേടിച്ചിട്ട് ബസ്സിലിരുന്ന് കഴിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് ബസ്സിൽ കിടന്നുറങ്ങി. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പൊ ഇന്നതാ ഡേ 5 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് മിൽമയിലോട്ടാണ്. അപ്പം ഓടിപ്പിടിച്ച് വരുമായിരുന്നു. ഇന്നലെ ഭയങ്കര കോമഡി ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കുള്ള ക്ലാസ്സിൽ 2:30 കഴിഞ്ഞപ്പോഴാണ് കയറി. അപ്പൊ സാറ് ഫോറൻസിക് ആയിരുന്നു. അപ്പൊ സാറ് ആ ഇതില് നമുക്ക് സെമിനാർ, ഞങ്ങൾ 23 പേര് സെമിനാർ എടുക്കണം, അത് പണിഷ്മെന്റ് തന്നു. അപ്പൊ ഇന്ന് അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ചേട്ടാ അത് ആദ്യം ഒന്ന് ഇങ്ങോട്ട് തള്ളു. അല്ല പയ്യെ തള്ളു, എന്നിട്ട് അങ്ങോട്ട് യെസ്, ഫൈനലി ഓണാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇത്രയും വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മനുഷ്യന് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോളേജ്. ഇങ്ങനെ വണ്ടി തിരിച്ചു, നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണെങ്കിൽ യാത്ര ഭയങ്കര മടുപ്പാണ്. അത് ഈ ചൂടും എന്തൊക്കെയോ പിന്നെ മിൽമയായതുകൊണ്ട് എന്തോ ഒരു സന്തോഷമുണ്ട്, അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഭയങ്കര രസമാണ് വിസിറ്റും കാര്യങ്ങളൊക്കെ. യാത്ര ചൂടായതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ മിൽമയിലെത്തി. ഇത്രയും നേരമുള്ള ആ മടുപ്പ് ദേ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങ് പോയി. അടിപൊളിയാണ്, ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട്. വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അടിപൊളി, വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്, നല്ല പാൽപ്പൊടി ഇല്ല, എൻ്റെ ഒക്കെ എടുത്ത് കോരി തിന്നാൻ തോന്നും. കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് നോക്കണം. അപ്പോൾ ഇതാ ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അപ്പോൾ അവിടത്തെ ഒന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല. പിന്നെ ഞങ്ങളിതാ കയറുന്നതിന് മുമ്പ് ഇതുപോലത്തെ ക്യാപ്പൊക്കെ എടുത്തേക്കും, കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്നിട്ട് ചുമ്മാ ട്രോളാണ്, വെറുതെ ട്രോളാണ്. അതിൻ്റെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. സാറുമാരെല്ലാം ഇട്ടിട്ടുണ്ടോ, നമ്മളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. അടിപൊളിയാണ്, സൂപ്പറായിട്ട്. അപ്പം ഇത് കളയാൻ വേണ്ടി പോവാണ്, അത് കളഞ്ഞിട്ട് പോവാ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഇനി കുറച്ച് നേരത്തെയാണ് കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്ന അറിയില്ല, എല്ലാം നോക്കാം. പിന്നെ അവിടെ ഒരു മിൽമയുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് കുറേ ഐസ്ക്രീമൊക്കെ മേടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നല്ലോ. പിന്നെ വേണ്ട കുറച്ച് കാര്യങ്ങൾ വേറെ ആവശ്യമുള്ള പോലെയൊക്കെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി ലാസ്റ്റായിട്ട് ഒരു വിസിറ്റിംഗ് കൂടെ ഉള്ളൂ, അത് നാളെ. അതോടെ കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി വിസിറ്റൊക്കെ തീരും. ഇവിടെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള ബ്യൂട്ടി എൻജോയ് ചെയ്യാണ് വേറൊരാളിവിടെ. പിന്നെ പതിവ് പോലെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ ഒറ്റപ്പാലം എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡേ 6 അല്ലേ, ഡേ 6 ആണെന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ഇമേജ്, അതെവിടെയായിരുന്നു? മലമ്പുഴയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ലാസ്റ്റ് ദിവസമായിരുന്നു. ഇത്ര ദിവസം കമ്മിറ്റി പിടിച്ച് അടിപൊളിയായിരുന്നു. ഇന്നത്തെ എന്തെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനും ഷില്ലേ മാത്രം യൂണിഫോം. ഇന്ന് ഞങ്ങൾക്ക് സാധാരണ ശനിയാഴ്ച ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, 2ാം ശനിയായിട്ട്. അപ്പോൾ ഓർത്തു എന്താ പറയുക, അപ്പോൾ ഓർത്ത് എന്തിനായ കളർ ഡ്രസ്സ് ഇടുന്നതെന്ന് ഓർത്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചമ്മി മാറി. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടുള്ള പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. ദേ ഒരാളിവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്നാ എല്ലാവരും വർത്താനവും ഒക്കെ ആയിരുന്നു. എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ.
പിന്നെ ഞങ്ങൾ ആ പോണ വഴിക്ക് ആ പുറത്തുള്ള ആ പാടമൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര രസമായിരുന്നു ക്ലൗഡൊക്കെ കാണാൻ വേണ്ടി. ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ ഈ ഏരിയയിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും രസമുണ്ടെന്ന് ആദ്യമായിട്ടാണ് തോന്നിയത്. അടിപൊളിയായിരുന്നു ശരിക്കും. ഫോൺ അലൗഡ് അല്ലേ? ഫോൺ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അവിടുത്തെ വിസിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നേരമായി. അതുമാത്രമല്ല നല്ല മടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാ വേറൊരാൾക്ക് പെട്ടെന്ന് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഹൈപ്പോഗ്ലൈസിമിയ ആയിട്ട് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫോണിൽ ചാർജ് ഇല്ല. അതിൻ്റെ എല്ലാം കൂടെ ആയിട്ട് ഫുള്ള് ടെൻഷനും അതുപോലെ തന്നെ വിഷമവും എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിട്ട് ഇരിക്കുമായിരുന്നു. എപ്പോൾ അവൾ വരുമെന്ന് ഓർത്തിരിക്കുക. എന്നിട്ടുമാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ. കോളേജിലെത്തണം, ക്ലാസ് കിട്ടും, അറ്റൻഡൻസ് കിട്ടും, അങ്ങനെ ഫുള്ള് ടെൻഷനായിരുന്നു. ഇപ്പം എന്തായാലും കോളേജിലെത്തുമ്പോൾ ലേറ്റ് ആവും. ഇപ്പം തന്നെ 2 മണിക്കുള്ള ക്ലാസ്സിൽ പോലും കയറിയില്ല. 2:16 ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അവളെത്തി. സത്യം പറഞ്ഞാൽ അവളെക്കാളും സന്തോഷം ഞങ്ങൾക്കായിരുന്നു. പിന്നെ ഓർത്തു ഏതായാലും കോളേജിലെത്തുമ്പോൾ ലേറ്റാവും, പിന്നെ പാലക്കാടിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആയിട്ടുള്ള NMR ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആഘോഷപരമായിട്ടുള്ള ഞങ്ങളെ വിസിറ്റൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. എന്നും ഓർക്കാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് കിട്ടി. വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരിക്കും ബൈ.